യെസ് വസന്ത്, സോറോസിൻ്റെ പേര് പറഞ്ഞപ്പോഴാണ് താങ്കൾ പ്രകോപിതനായത്. എന്താ വസന്തെ, സോറോസും ഇവിടുത്തെ കോൺഗ്രസും തമ്മിലുള്ള ബന്ധം, കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്നവരുമായിട്ടുള്ള ബന്ധമൊന്നും വസന്തിന് അറിയില്ലേ? ഇതൊക്കെ പുതിയ കാര്യമാണോ? ഞാൻ പറഞ്ഞു തരണോ ഇനി അത്? സോറോസിന്റെ കാര്യം പറയുമ്പോൾ പ്രകോപിതനായ എനിക്ക് വ്യക്തിപരമായില്ല, ഞങ്ങളുടെ പാർട്ടിക്കുമില്ല. പക്ഷേ ഞാൻ എന്തുകൊണ്ട് പ്രകോപിതനായി എന്ന് ചോദിച്ചാൽ, ഈ ചർച്ചയുടെ ഉടനീളം തുടക്കം തൊട്ടേ BJP പ്രതിനിധി എന്റെ സ്നേഹിതൻ പ്രിന്റു അസത്യങ്ങളും അർദ്ധസത്യങ്ങളും പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോഴാണ് ഇടപെട്ടത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, സ്റ്റേറ്റ് എന്ന പദം ഇന്റർചേഞ്ചബിളി ഉപയോഗിക്കാറുണ്ട് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ അങ്ങേക്ക് മനസ്സിലാവും. ഇനി അതൊന്നും വേണ്ട, നിങ്ങളുടെ BJP നേതാക്കളുടെ തന്നെ പുസ്തകങ്ങൾ വായിച്ചാൽ പോലും നമ്മൾ സ്റ്റേറ്റ് എന്ന പദത്തെ ഉപയോഗിക്കുക ആ ഒരു ഏതാണ് പറഞ്ഞു വരുന്ന കോണ്ടെക്സ്റ്റുമായി ബന്ധപ്പെട്ടാണ്. കോളേജുകളിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിച്ച ഡോക്ടർ മോഹൻ വർഗീസ് സാറിനെ ഇവിടെ ഇരുത്തി അപമാനിക്കരുത് ദയവ് ചെയ്തിട്ട്. അല്ലല്ല, അദ്ദേഹവും അങ്ങനെ തന്നെ പറഞ്ഞല്ലോ. അല്ലല്ലോ പറഞ്ഞത്. അതേ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദി സർക്കാർ എന്നല്ല എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞത്. നേഷൻ, കൺട്രി, ഇതൊക്കെ വളരെ പ്രിസൈസ് ആയി നമ്മൾ രാജ്യത്തെ പറയുന്ന വാക്ക്. സ്റ്റേറ്റ് എന്ന് പറയുക, സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് കേരള എന്താ? കേരള ഒരു റിപ്പബ്ലിക് ആണ്. അല്ല, മോദിയുടെ പേര് പറയുന്നതിൽ ഭയമുണ്ടല്ലേ? നോ, ഒരു ആരെ പറയുന്നതിലാണ്? മോദിയുടെ പേര് പറയുന്നതിൽ, മോദിയുടെ പേര് ഉച്ചരിക്കുന്നത് ഭയമുണ്ട്. പരസ്യമായിട്ട് അത് പറഞ്ഞാൽ പോരെ? മോദി സർക്കാരിനെതിരെയും ഞങ്ങളുടെ പോരാട്ടം എന്ന് പറഞ്ഞാൽ പോരെ വസന്ത? തീർന്നില്ല ഇവിടെ? ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ എന്തിനാ ഉണ്ടാക്കിയത്? അനിൽ നമ്പ്യ, നരേന്ദ്ര ദാമോദർ ദാസ് ഭായി മോദി എന്ന് പറയുന്നതിന്റെ അകത്ത് യാതൊരു ഭയവും ഞങ്ങൾക്കില്ല. ഇനി അതിനെ അദാനിയുമായി കൂട്ടിക്കെട്ടി മൊദാരി എന്ന് വിളിക്കുന്നതിന്റെ അകത്ത് ഞങ്ങൾക്ക് ഭയമില്ല. അതും ഉയർത്തി വിടുന്നത് ഞങ്ങൾ തന്നെയാണ്, ഉറപ്പായല്ലോ. ഇനി സ്റ്റേറ്റ് എന്ന പദത്തിന്റെ അകത്ത് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് ഉപയോഗിച്ചിട്ടില്ല. വി ആർ ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് BJP, RSS ആൻഡ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഭരണകൂടം എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അത് ക്ലാരിഫൈ കഴിഞ്ഞു. ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾ ഇത് ഉദ്ദേശിച്ചാൽ മതി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇനി അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശ്രീ പ്രിന്റ് ഒരു കാര്യം ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ രാജ്യദ്രോഹത്തിന് ഒരു പരാതി അങ്ങയുടെ അടുത്തുള്ള ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കൊടുക്കുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഭിഭാഷകനെ കണ്ട് രാജ്യത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വക്കീൽ നോട്ടീസ് അയച്ചാൽ മതി. അതിനുള്ള റിപ്ലൈ AICC ആസ്ഥാനത്ത് നിന്ന് അങ്ങേക്ക് കിട്ടും. ഇനി അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞങ്ങൾ ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ ഭരണകൂടത്തിനെതിരായ പോരാട്ടത്തിലാണ്. ഒന്ന്. ഇനി സോറോസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ അർദ്ധസത്യത്തിനെതിരായാണ് ഞാൻ ചോദിച്ചത്. പ്രിന്റുവിനോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പ്രിന്റുവിന് ജോർജ് സോറോസ് ആരാണെന്ന് അറിയാമോ? ജോർജ് സോറോസിനെതിരെ അദ്ദേഹം ക്രയവിക്രയം നടത്തി, അദ്ദേഹം ഷെയർസിലും ഈ പറയുന്ന അവരുടെ കറൻസിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്ന രാജ്യത്ത് പോലും അദ്ദേഹത്തിനെതിരെ FIR ഇല്ല. നിങ്ങളുടെ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത്, ജോർജ് സോറോസിനെതിരെ ഒരു FIR-ന്റെ വെള്ള പേപ്പർ ഉണ്ടോ? ഒന്ന് ചോദ്യം. രണ്ട്, അദ്ദേഹം പറഞ്ഞു ജോർജ് സോറോസിന്റെ ഫണ്ട് കൊണ്ടാണ് AICC പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ED, നിങ്ങളുടെ കേന്ദ്ര ഏജൻസികൾ രാത്രിക്ക് രാത്രി ഞങ്ങളെ DK ശിവകുമാറിന്റെ മതിൽ ചാടിക്കടന്ന് അറസ്റ്റ് ചെയ്യുന്ന അതേ ED, നിങ്ങളുടെ ഏജൻസി, ജോർജ് സോറോസിനെതിരെ ഒരു വെള്ളപ്പേപ്പറിൽ ഒരു പരാതി, ഒരു വെള്ളപ്പേപ്പറിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ജോർജ് സോറോസിന്റെ ഫണ്ട് കോൺഗ്രസ് കൈപ്പറ്റുന്നു എന്നതിന് ഒരു തെളിവുണ്ടോ? അപ്പൊ അതില്ലാതെ വെറുതെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി കിട്ടുന്നത് വിളിച്ചു പറഞ്ഞാണ് വസന്തേ. ഇനി മറ്റൊരു കാര്യം, ജോർജ് സോറോസിന്റെ കമ്പനി ഷെയർ മേടിക്കും. ഇപ്പൊ എനിക്ക് എത്രയോ കമ്പനികളിൽ ഷെയർ ഉണ്ട്, ഷെയർ മാർക്കറ്റിൽ പലർക്കും ഷെയർ മേടിക്കാം. ജോർജ് സോറോസിന്റെ കമ്പനി പലർക്കും ഷെയർ കാണും. അതിലെന്താ ബുദ്ധിമുട്ടെന്താ? ജോർജ് സോറോസ് ഷെയർ മാർക്കറ്റിൽ ഇടപെടുന്ന ഒരാളാണ്. ജോർജ് സോറോസിനെതിരെ പരാതി ഇല്ല എന്നത് നിലനിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ഞങ്ങളെ ജോർജ് സോറോസുമായി ബന്ധിപ്പിക്കുന്ന പോലെ നിങ്ങളുടെ വിശ്വസ്തൻ, നിങ്ങളുടെ ഫണ്ടിങ് ഏജൻസി അദാനിയാണല്ലോ. ആ അദാനിക്കെതിരെ രാജ്യത്തിനപ്പുറത്ത് വിവിധ രാജ്യങ്ങളിൽ കേസുകളുണ്ട്. എന്താ നിങ്ങളുടെ നിലപാട്? അദാനി വിദേശിയല്ല, സ്വദേശിയാണ് വസന്തേ. 2000 സ്വദേശിക്ക് രാജ്യവിരുദ്ധം നടത്താം അല്ലെ? 2014 വരെ രാജ്യവിരുദ്ധതയാ? എന്ത് രാജ്യവിരുദ്ധത നടത്തിയത്? പറ കേക്കട്ടെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, അദാനിയെ തള്ളി പറയാൻ പറ്റുമോ? അദാനിയെ ഞങ്ങൾ തള്ളി പറയാം. നേരത്തെ അദാനിയെ ഇരുകൈ നീട്ടി ഇങ്ങോട്ടേക്ക് സ്വീകരിച്ചത് ആരാ സർ? നിങ്ങളുടെ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ ഉമ്മൻചാണ്ടി? അല്ലല്ലോ, ബിഡ് ഫയൽ ചെയ്ത കമ്പനിയെ നമ്മൾ ക്ഷണിക്കും. അപ്പൊ അതിനകത്ത് ഏറ്റവും രാജ്യദ്രോഹിയായിരുന്നില്ലേ? ഒരാളെ ക്ഷണിക്കാതിരിക്കാൻ പറ്റുമോ? അദാനി, ഞങ്ങൾ പറഞ്ഞത് അദാനിക്കെതിരെ അമേരിക്കയിലടക്കം കേസുകൾ വന്നില്ലേ? എന്താ നിങ്ങളുടെ സർക്കാരിന്റെ നിലപാട്? അപ്പൊ ഇന്ത്യ അപമാനിച്ചില്ലേ വിദേശത്ത് പോയി അദാനി എന്ന് പറയുന്ന കോടീശ്വരൻ? 2014 വരെ ഗുജറാത്തിനെ വെളിയിൽ കേട്ടിട്ടില്ലാത്ത,
2014 എന്താ പറയുക ബിസിനസ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മീറ്റിംഗിൽ വെച്ച് അദാനിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നില്ല എന്ന് കേട്ട് ഗുജറാത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്നിറങ്ങിയ നരേന്ദ്രമോദിയെ അന്നത്തെ മാധ്യമങ്ങൾ ഓർക്കുന്നുണ്ട്. അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി അന്ന് തൊട്ട് കൂടിയ ആ മൊദാനി ബന്ധമുണ്ടല്ലോ, ആ മൊദാനി ബന്ധം ഇന്ന് അമേരിക്കയിൽ കേസായപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, രാജ്യത്തിനെതിരെയുള്ള അപമാനമല്ല. അത് UK കേസായപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല, ഇറ്റലിയിൽ കേസായ നിങ്ങൾക്ക് പ്രശ്നമില്ല. എന്താ രാജ്യത്തിന്റെ ഭരണകൂടവുമായി ചേർന്നു പോകുന്നു എന്ന് എല്ലാവരും വിവക്ഷിക്കുന്ന ഒരു കോടീശ്വരൻ, ശതകോടീശ്വരൻ, അയാൾ വിവിധ രാജ്യങ്ങളിൽ പോയി തട്ടിപ്പ് നടത്തിയ കേസ് ഫയൽ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോ, വിവിധ രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോ അത് രാജ്യത്തിന് അപമാനമാവില്ലേ പ്രിന്റു മഹാദേവ? ആവില്ലേ? ഞങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ പോരാട്ടം അത് BJPക്ക്, RSSന്, ഇവിടുത്തെ ഭരണകൂടത്തിന്, ഇനി ആ ഭരണകൂടത്തെ ഫണ്ട് ചെയ്ത് നിലനിർത്താൻ ശ്രമിക്കുന്ന അദാനിക്കെതിരെ കൂടിയാണ്. മനസ്സിലായല്ലോ? കൃത്യമാണ്. ഇനി നിങ്ങൾക്ക് ഇനി ഇതിന്റെ അകത്ത് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ കോൺഗ്രസ് പാർട്ടി വളരെ കൃത്യമായി, AICC കൃത്യമായി ഇതിന്റെ അകത്ത് ക്ലാരിഫിക്കേഷൻ തന്നു കഴിഞ്ഞു. നിങ്ങളുടെ RSS ചീഫ് നൽകാത്ത, ഞാൻ നേരത്തെ പറഞ്ഞ അനന്ത് കുമാർ ഹെഡ്ഗെ നൽകാത്ത, വിവിധ കേന്ദ്രമന്ത്രിമാർ നൽകാത്ത വിശദീകരണം കോൺഗ്രസ് പാർട്ടി ലീഡർ ഓഫ് ഓപ്പോസിഷന്റെ സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായി നൽകി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങൾ ഭരിക്കുന്ന രാജ്യം ഏതാണ്ട് പാതികേറെ സംസ്ഥാനങ്ങൾ, നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, അവിടെ എവിടെയെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്യൂ, അവിടെ എവിടെയെങ്കിലും ഒരു വക്കീൽ നോട്ടീസ് അയക്കൂ. അതിന് നമുക്ക് നിയമത്തിന് വഴിക്ക് തന്നെ പോകാം.